ഹൈക്കമാൻഡ് അനുനയത്തിനു പിന്നാലെ ശശി തരൂർ KPCCയിലേക്ക് എത്തിയിട്ടുണ്ട്. KPCC ആസ്ഥാനത്ത് മഹാത്മാഗാന്ധി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഇപ്പോൾ ശശി തരൂർ. ഗോപാൽ ശിലാസനലുണ്ട്. ഗോപാൽ ശിലാസനൽ, മുതിർന്ന നേതാക്കൾക്കൊപ്പം ശശി തരൂർ KPCCയിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാ ആശങ്കകളും മാറ്റിവെച്ച് അതൃപ്തികളെല്ലാം മാറി വളരെ സുസ്മേരവദനായി വളരെ ഊർജ്ജത്തോടെ ഉന്മേഷത്തോടു കൂടി നമുക്ക് ശശി തരൂരിനെ കാണാം. കൂടുതൽ ആക്റ്റീവ് ആവുകയാണോ ശശി തരൂർ? ഗോപാൽ ശിലാസനൽ. തീർച്ചയായിട്ടും അരുൺ, അതായത് മഞ്ഞുരുക്കം നടന്നതിന് ശേഷമുള്ള ആദ്യ പൊതുപരിപാടി, അതും KPCCയിൽ വെച്ച് എല്ലാ നേതാക്കളുമായി ഒന്നിച്ചുള്ള ഒരു പരിപാടി. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ രാഷ്ട്രീയം കൂടി ഏറെ ചർച്ചയാക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിൽ വെച്ച് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നേരിട്ട് തന്നെ ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ തൻ്റെ അഭിപ്രായങ്ങളും ഇതുവരെ നടന്ന പ്രശ്നങ്ങളും എല്ലാം തന്നെ ശശി തരൂർ വ്യക്തമാക്കിയുണ്ടായി. അതിന് ഹൈക്കമാൻഡ് വിശദമായ മറുപടികളും നൽകി. ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച CPMലേക്ക് തരൂർ വെക്കുന്നു എന്ന തരത്തിലേക്കുള്ള പ്രചാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ദുബായിൽ വെച്ച് ചർച്ചകൾ നടന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ ഇന്നലത്തെ ആ ചർച്ച, ഡൽഹിയിൽ വെച്ച് നടന്ന AICC ചർച്ച വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ തിരുവനന്തപുരത്ത് മഹാത്മാഗാന്ധി അനുസ്മരണ പങ്കെടുക്കുകയാണ്. ആ പരിപാടിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം സുസ്മേരവദനായി പ്രധാനപ്പെട്ട നേതാക്കളെ യും KC വേണുഗോപാലും അടൂർ പ്രകാശും K മുരളീധരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കം പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ശശി തരൂരിലെത്തി ഏറെ നേരം ഏറ്റവും മുതിർന്ന സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുതിർന്ന ഗോപാൽ ശിലാസനനാണ് KPCC ആസ്ഥാനത്തുള്ളത്. മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉണ്ട്. KC വേണുഗോപാലുണ്ട്, ഒപ്പം ശശി തരൂരുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, KPCC അധ്യക്ഷനുണ്ട്, KPCC വൈസ് പ്രസിഡന്റുമാരും എല്ലാവരും ഇന്നിപ്പോൾ ഗാന്ധി സ്മൃതിയിൽ പങ്കുചേരുന്നുണ്ട്.